നമ്മൾ ശ്രീരാമൻ്റെ നാമമാണ് ഏറ്റവും പുണ്യമായിട്ടുള്ള മന്ത്രം അല്ലെങ്കിൽ പുണ്യനായിട്ടുള്ള നാമം നമ്മൾ പറഞ്ഞു. അതെന്തുകൊണ്ടായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് രാമനാമത്തിന് ഇത്രയും മഹത്വം? എല്ലാ വേദങ്ങളുടെയും സാരമായിട്ടാണ് രാമനാമത്തെ പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും അല്ലേ? വെറുതെ ആവില്ലല്ലോ, ഒരു കാരണമില്ലാതെ ഉണ്ടാവില്ലല്ലോ. നമ്മൾ ധർമ്മത്തിന് പ്രതീകമായിട്ടാണ് ശ്രീരാമനെ കാണുന്നത്. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ നന്നായി പാടുന്നുണ്ടെന്ന് എൻ്റെ അച്ഛനമ്മയും പറഞ്ഞാൽ മതിയോ? ഇത് കേൾക്കുന്നവരല്ലേ പറയുക. അപ്പം ശ്രീരാമനെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. ശ്രീരാമൻ്റെ ശത്രുവാണ് പറഞ്ഞത് രാമോ വിഗ്രഹവാൻ ധർമ്മ സാധു സത്യപരാക്രമ. ശ്രീരാമൻ ധർമ്മത്തിൻ്റെ പ്രതീകമാണ് എന്ന് പറഞ്ഞത് ശ്രീരാമൻ്റെ ശത്രുവായ മാരീചൻ രാവണാസുരനോട് പറഞ്ഞതാണ്. അപ്പോൾ ധർമ്മത്തിന് പ്രതീകമായിട്ടാണ് നമ്മൾ ശ്രീരാമനെ കാണുന്നത്. എന്തുകൊണ്ടായിരിക്കും? നമ്മളൊക്കെ ധർമ്മബോധ്യം ഉള്ളവരാണ് അല്ലേ? നമുക്കങ്ങനെ ധർമ്മബോധ്യം ഇല്ലാതെ ഒന്നുമില്ല. പക്ഷേ നമ്മളുടെ ആവശ്യത്തിന് നമ്മൾ വേണമെങ്കിൽ അത് മാറ്റി പറയുന്നവരാണ്. നമ്മുടെ ധർമ്മം എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ നമ്മൾ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മളുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം അനുസരിച്ച് ഇതിനെയൊക്കെ നമ്മൾ മാറ്റാറുണ്ട്. ഞാനും നിങ്ങളും ഒക്കെ അത് ചെയ്യാറുണ്ട് അല്ലേ? നമ്മളുടെ കുട്ടി തെറ്റ് ചെയ്താൽ പാവം, അവനറിയാതെ ചെയ്തതാ, കുഞ്ഞല്ലേ. ആരുടെയെങ്കിലും കുഞ്ഞ് തെറ്റ് ചെയ്താൽ രണ്ടെണ്ണം പൊട്ടിക്കാൻ ആളില്ലാഞ്ഞിട്ടാ എന്ന് പറയും. ഇത് നമ്മുടെ കുട്ടിയല്ല, ഇത് നമ്മുടെ കുട്ടിയാണ്, മറ്റേത് നമ്മുടെ കുട്ടിയല്ല. അപ്പം നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ നമ്മളുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ മാറ്റിക്കളിക്കുന്നവരാണ്. പക്ഷേ ശ്രീരാമൻ അങ്ങനെയല്ല. എന്താണോ ധർമ്മം അത് മാത്രമേ ശ്രീരാമൻ ചെയ്തിട്ടുള്ളൂ. അതുപോലെ മന്ത്രത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്ന വേറൊരു കൃതിയാണ്. ഈ കൃതിയിൽ കൃത്യമായിട്ട് നമുക്കറിയാം, വിഷ്ണു സഹസ്രനാമം വായിക്കുന്നവരുണ്ടെങ്കിൽ ഈശ്വര ഉവാച ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനെ. ഇത് വിഷ്ണു സഹസ്രനാമത്തിലൊക്കെ പറയുന്നത് പാർവതി ദേവി വിഷ്ണുവിനെ ലഘുവായി ഭജിക്കാൻ അല്ലെങ്കിൽ വിഷ്ണുവിനെ കുറിച്ച് ലഘുവായി മനസ്സിലാക്കാൻ, ജപിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പരമശിവൻ പറയുന്ന മന്ത്രമാണ് രാമമന്ത്രം. അപ്പോൾ ഈ പാടാൻ പോകുന്ന കൃതിയിലും ഈ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. സോമശേഖര തനഭാമിനി തുരുവ മന്ത്ര. ശിവൻ, സദാശിവനായിട്ടുള്ള പരമശിവൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ഉപദേശിച്ചു കൊടുത്ത മന്ത്രം എന്നാണ് അർത്ഥം. ഈ കൃതിയുടെ ചരണത്തിലും സകല വേദഗളികെ സാരമേ ഇവ മന്ത്ര, എല്ലാ വേദങ്ങളുടെയും സാരമാണ് രാമമന്ത്രം എന്ന് പറയുന്നുണ്ട്. പുരന്ദരദാസർ കൃതിയാണ്. ജോൻപുരി എന്നുള്ള രാഗമാണ്. ലോകാഭിരാമം രണരംഗധീരം ലോകാഭിരാമം രണരംഗധീരം രാജീവനേത്രം രഘുവംശനാദം കാരുണ്യമൂർത്തിം കരുണാകരം കാരുണ്യമൂർത്തിം കരുണാകരം തം ശ്രീരാമചന്ദ്രം ശ്രീരാമചന്ദ്രം ശരണം പ്രപദ്യേ രാമ രാമ രാമ
ಮಂತ್ರವ ಜಪಿಸೋ ಹೇ ಮನುಜ ರಾಮ 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 ಮಂತ್ರವ ಜಪಿಸೋ ಆ ಮಂತ್ರ ಈ ಮಂತ್ರ ಮೇಚಿ ನಿಗಡಬೇಡ ಆ ಮಂತ್ರ ಈ ಮಂತ್ರ ಮೇಚಿ ನಿಗಡಬೇಡ ಆ ಮಂತ್ರ ಈ ಮಂತ್ರ ಮೇಚಿ ನಿಗಡಬೇಡ ಸೋಮಶೇಖರದನ ಭಾಮಿನಿ ತೋರುವ ಮಂತ್ರ ಸೋಮಶೇಖರದನ ಭಾಮಿನಿ ತೋರುವ ಮಂತ್ರ ರಾಮ ಮಂತ್ರವ ಜಪಿಸೋ ಹೇ ಮನುಜ ರಾಮ ಮಂತ್ರವ ಜಪಿಸೋ ಸಕಲ ವೇದಗಳಿಗೆ ಸಾರಮೇಯಿವ ಮಂತ್ರ ಸಕಲ ವೇದಗಳಿಗೆ ಸಾರಮೇಯಿವ ಮಂತ್ರ ಮುಕ್ತಿ ಮಾರ್ಗಗೆ ಇವೆ ಮೂಲ ಮಂತ್ರ ಸಕಲ ವೇದಗಳಿಗೆ ಸಾರಮೇ ಇವ ಮಂತ್ರ ಮುಕ್ತಿ ಮಾರ್ಗಗೆ ಇವೆ ಮೂಲ ಮಂತ್ರ ಭಕ್ತಿ ರಸ ವೇದರಿವುಮೆ ತೋರುವ ಮಂತ್ರ ಭಕ್ತಿ ರಸ ವೇದರಿವುಮೆ ತೋರುವ ಮಂತ್ರ ಸುಖ ನಿಧಿ ಪುರಂದರ ವಿಠಲನ ಮಹಾಮಂತ್ರ ಸುಖ ನಿಧಿ ಪುರಂದರ ವಿಠಲನ ಮಹಾಮಂತ್ರ ರಾಮ ಮಂತ್ರವ ಜಪಿಸೋ ಹೇ ಮನುಜ ರಾಮ ಮಂತ್ರವ ಜಪಿ